ഏതൊരു നന്മ കൊണ്ടാണ് രക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു നന്മയായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മരണപ്പെട്ട ഒരാളെ സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു. മിർഖാത്തുൽ മഫാത്തിഹ് എന്ന ഗ്രന്ഥത്തിലുണ്ട്, എന്താണ് അള്ളാഹു ചെയ്തത്? ഹോ, പറയാതെ വയ്യ. എന്താ വിഷയം? എൻ്റെ നന്മ തിന്മ തൂക്കി, എന്നിട്ട് നന്മ പറ്റ കുറവാ, തിന്മ അധിക, നരകത്തിലേക്ക് വിധിക്കപ്പെട്ടു, ഞാൻ പരാജയപ്പെട്ടു എന്ന് വിധി എഴുതി. ആയിടക്കാണ് പെട്ടെന്ന് നന്മയുടെ തട്ടിൽ ഒരു തുണി സഞ്ചി വീഴുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അപ്പോൾ റിസൾട്ട് മാറി മറന്നു, നന്മ അധികമായി, വിജയിച്ചു എന്ന് റിസൾട്ട് മാറി വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണ് ആ തട്ടിൽ വീണത് എന്ന അർത്ഥത്തിൽ ഞാൻ അത് എടുത്തു നോക്കിയപ്പോൾ കണ്ടത്, ഫൈദാ ഫീഹ തുറാബുൻ അൽഖൈതുഹാ അലാ ഖബരി മുസ്ലിമിൻ. ഒരു മുസ്ലിമിനെ ഖബറടക്കുമ്പോൾ മിൻഹാ ഖലഖനാക്കും എന്നിട്ട് ഇട്ട മണ്ണാണ് എന്നെ ആഖിറത്തിൽ വിജയിപ്പിച്ചത്. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ. മോനെ, പൊന്നു മോനെ, ഒരു നന്മയും ചെറുതായി കാണരുത്. ആ ഹദീസിന് വിശദീകരിക്കുമ്പോൾ നവവി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ആ നന്മ ഉണ്ടായിരിക്കും നീ സ്വർഗത്തിലെത്തും. ഒന്നുകിൽ നമ്മൾ ഈ ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ കയറുമ്പോൾ ആ വലത്തേക്കാൽ എടുത്തു വെച്ച ഒറ്റ ബർക്കത്തായിരിക്കും നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത്. ചിലപ്പോൾ അന്നത്തെ നിസ്കാരം വുളുബാത്തിലായതുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആ കാലെടുത്തു വെച്ച നന്മ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. പള്ളിയിൽ കയറുമ്പോൾ മഴപ്പാറ്റയുടെ ചിറകോ അതിൻ്റെ എന്തെങ്കിലും ശരീരത്തിൻ്റെ ഭാഗമോ കണ്ടപ്പോൾ അത് എടുത്തിട്ട് ഒഴിവാക്കി, ജനാലിലൂടെ ഒഴിവാക്കി. അതായിരിക്കും ആഖിറത്തിൽ രക്ഷപ്പെടുത്തുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഇശാ നിസ്കാരമായിരിക്കും മെയിൻ. ചിലപ്പോൾ അതിലെ ഒരു ഇഖ്ലാസിൻ്റെ കമ്മി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷർത്തിൻ്റെ ഖലൽ, അബദ്ധം, അതുകൊണ്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കാത്തൊരു നന്മയായിരിക്കും നമ്മളെ സ്വർഗത്തിലെത്തിക്കുക. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര സ്നേഹം കൊണ്ട് പറഞ്ഞത്, മക്കളെ, ഒരു നന്മ പോലും ചെറുതായി കാണല്ലേ എന്ന്. മിൻഹാ ഖലഖനാക്കും പറഞ്ഞിട്ട് ഇട്ട മണ്ണ് രണ്ട് കൈ കൊണ്ടും നിറച്ചും മണ്ണ് വാരിയിടൽ സുന്നത്താ. നമുക്കതിന് സമയമില്ല. 3 വട്ടം അത് വാരിയിടൽ സുന്നത്താ. വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ. നമുക്ക് പോകാൻ തന്നെ സമയമില്ല. ഹലോ, എത്ര മണിക്ക് മയ്യത്തെടുക്കുക? 10:30. ഷാർപ്പാണല്ലോ അല്ലേ? ഷാർപ്പ്. മരണ വീട്ടിനെ കുറിച്ചിട്ടായി പറയണത്, ഷാർപ്പാണല്ലോ. എനിക്ക് ഇന്നാലിന്നടുത്ത് പോകാനുണ്ട്. ആ പോക്കിനിടയിൽ നമ്മൾ മരണം സംഭവിച്ചല്ലോ.